ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ. ഇനി നമുക്ക് ബ്രഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അങ്ങനെ പോകാം. നമ്മുടെ പരിപാടികളിലേക്കൊക്കെ രാവിലെ കടക്കുവാണ്. രാവിലെ ഞാൻ എഴുന്നേറ്റ ഉടനെ മുഖം ഒന്ന് കഴുകും. മുഖം കഴുകിയാൽ തന്നെ നമ്മുടെ അന്നത്തെ ദിവസം ഒന്ന് ഫ്രഷ്നെസ് ആവും. ആ ഉറക്കക്ഷീണമൊക്കെ ഒന്ന് പോവും. അപ്പോൾ അതിനുശേഷം ബ്രഷ് ചെയ്യാറാണ് പതിവ്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രഷ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ബ്രഷ് നമുക്ക് കാണാൻ പറ്റുന്നത് കൊണ്ട് ഇനി പിന്നെ പല്ല് തേക്കാൻ വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ പല്ലും കൂടെ തേച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് അടുക്കളയിലോട്ട്. ഇനി പല്ല് തേപ്പ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ അടുക്കളയിലോട്ടാണ് കയറുന്നത്. അടുക്കളയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ അവിടെ അങ്ങ് നിൽക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കും. പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടത് കൊണ്ട് എനിക്ക് വലിയ പാത്രം കഴുകാനോ അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാത്രിയിൽ അങ്ങ് കഴുകി വെക്കും. പിന്നെ എൻ്റെ അടുക്കള ഒരു വൃത്തികേടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പാത്രങ്ങളെല്ലാം ഇങ്ങനെ ഒരു മൂലയ്ക്ക് വെച്ചേക്കുന്നത് കൊണ്ടാണ്. എനിക്ക് വേറെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. ഇനി അതെല്ലാം ഷെൽഫായിട്ട് ഒന്ന് മാറ്റണമെന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക. ഇവിടെ കബോർഡുകളുണ്ടെങ്കിലും കബോർഡിനകത്ത് നമ്മുടെ കുഞ്ഞു കുഞ്ഞ് മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെക്കാനുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഞാൻ ആ ചോറ് നോക്കിയപ്പം ചോറ് പന്നലായിപ്പോയി. ഇനി എൻ്റെ അടുത്ത് കളയണം. പിന്നെ ചില സമയത്തൊക്കെ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അത് നമ്മൾ വെള്ളം കുടിക്കുന്നത് നല്ല. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പം നമ്മുടെ എന്താ പറയുക, ഒരു ഫുൾ ഡേ നല്ലതാണെന്നാണ് പറയുന്നത്. ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ കുടിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ എന്നും കുടിക്കാറൊന്നുമില്ല, കൈ കിടുന്ന സമയത്തൊക്കെ കുടിക്കാറുണ്ട്. അതേ ഉള്ളൂ. ഇതൊരു സ്ഥിരം ആയിട്ട് കുടിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അതിനുശേഷം പിന്നെ ഞാൻ ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കും. പക്ഷേ ഇന്ന് ഞാൻ ചായ ഇല്ല, ഇവിടെ കട്ടനായിരിക്കും ഇവിടെ ഇടുന്നത്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചായ മസ്റ്റ്. അവിടെ എല്ലാവർക്കും ചായ വേണം. ഇവിടെ ഹസ്ബൻഡിനും ചായ അങ്ങനെയൊന്നും താല്പര്യമില്ല, കട്ടനോടാണ്. അപ്പം ഞാൻ കട്ടനിട്ട് പുള്ളിക്കാരന് രാവിലെ കൊണ്ടു കൊടുത്തു. പിന്നെ നമ്മുടെ ആ പഴയ ചോറ് ഞാൻ അപ്പം തന്നെ അങ്ങ് മാറ്റി. കാരണം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് കുറച്ചും കൂടി പിന്നെയും നമ്മൾ തന്നെ മാറ്റണമല്ലോ. അപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പാത്രവും കഴുകി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു ജോലി അങ്ങ് ഒതുങ്ങി കിട്ടുമല്ലോ. പിന്നെ ഞാൻ കട്ടൻ ഇന്ന് കുടിക്കുന്നില്ല. കാരണം എനിക്ക് വെറുതെ ഇങ്ങനെ കട്ടൻ കുടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും. അതിൻ്റെ കൂടെ എന്തെങ്കിലും രാവിലെ കഴിച്ചില്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരും. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ പുള്ളിക്കാരന് കട്ടൻ കൊണ്ടു കൊടുത്തിട്ട് നമുക്കിനി ചന്ത വരെ ഒന്ന് പോകണം. അത്രേ ഇടുന്നുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് കുഞ്ഞിനെ വിളിക്കാൻ പോകണം. അപ്പം ഞാൻ അതിന് വേണ്ടി രാവിലെ ഒരുങ്ങാൻ പോകും. കട്ട മാത്രം കൊടുത്തു. പിന്നെ പുള്ളി എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ കഞ്ഞിയോ വല്ലതും ആയിട്ട് സെറ്റ് ചെയ്തോളൂ. അപ്പം ഞാൻ രാവിലെ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. ഞാൻ പോരുങ്ങണ്ടേ. ഓക്കെ. അങ്ങനെ എനിക്ക് കുഞ്ഞിനെ വിളിക്കാൻ പോകണം. അവൻ ഇനി വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അവൻ അമ്മയുടെ കൂടാണ്. അപ്പം അവർക്ക് ചന്തയിലോട്ട് പോകണമെന്ന് പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ കൊച്ചാഞ്ഞിലിമൂട് ചന്ത. അപ്പോൾ ബീഫോ എന്തോ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാനും കൂടെ വരാമല്ലോ എന്ന് കരുതി ഞാനും ഇറങ്ങുവാണ്. അപ്പോൾ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ തലമുടി ഇങ്ങനെ ജട കെട്ടിയിരിക്കുന്നത്. ഭയങ്കര ജടയാണ് കേട്ടോ. കാരണം രാത്രിയിൽ എത്ര കെട്ടി വെച്ചാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ജടയാണ്. അപ്പം ഞാൻ കുറച്ച് സീറോ ഇങ്ങനെ ഇട്ടിട്ട് നല്ല സിറ വിട്ടിട്ട് നമ്മളിങ്ങനെ ജട കളയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി അത്രയ്ക്ക് പൊട്ടിപ്പോവാറില്ല. എല്ലാവർക്കും അറിയാവുന്ന ടിപ്പ് തന്നെയാണ്. അത് തന്നെയാണ് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കാണാറില്ല. അങ്ങനെ നോക്കിയതാണ്. പക്ഷേ എനിക്ക് വർക്കായിക്കൊള്ളാം. അത് അടിപൊളിയാണ്. ഇപ്പോൾ എണ്ണ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് എണ്ണ ഇട്ടിട്ട് ഇങ്ങനെ ചീപ്പിയാലും നല്ല സ്മൂത്തനിങ് ആയിട്ട് കിടക്കും. അതിനുശേഷം ഞാൻ ഒരുങ്ങി ഇറങ്ങി. അപ്പോൾ ആദ്യം ഞാൻ അഴിച്ചിട്ടിട്ട് പിന്നെ മുടി ഞാൻ കെട്ടി വെച്ച്. എനിക്കൊരു കൊള്ളാത്തതുപോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങിയപ്പോൾ അവിടെ അപ്പുറത്തൊരു നമ്മുടെ ഒരു ഹിന്ദിക്കാരി കൊച്ചുണ്ട്. ആ കൊച്ചിങ്ങനെ കാറ് നോക്കിയിട്ട് ഏതാണ്ട് പറയുമ്പോൾ ഞാൻ അതിനോട് കുറച്ചിങ്ങനെ ആണോ എന്നൊക്കെ ചോദിച്ച് കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ചുണ്ടരനെ കിട്ടി. നമ്മുടെ ആരാ ചുണ്ടരനെ കിട്ടി. ഈ വലിയ ഇറക്കനെ ഞാൻ എടുത്തുകൊണ്ട് നടക്കണം. അങ്ങനെ ഞങ്ങൾ ATM നിന്ന് പൈസയൊക്കെ എടുത്തു. ഇനി നേരെ കൊച്ചാഞ്ഞിലിമൂട് ചന്തയിലോട്ട് നമുക്ക് പോവാം. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു KSRTC ബസ് കിട്ടി. KSRTC ബസ്സിനകത്തങ്ങും ആരുമില്ല. പുള്ളിക്കാരൻ 100 രൂപ കൊടുത്തിട്ട് ചില്ലറ തരാനില്ല. ഇനി ഞങ്ങൾ തന്നെ നുള്ളിപ്പറക്കി ചില്ലറ പൈസ വരെ കൊടുക്കേണ്ടി വന്നു. രാവിലെ ആയതുകൊണ്ട് ആരുമില്ല. പിന്നെ ഇത് ഭരണിക്കാവ് കടയിലോട്ട് നോക്കിയപ്പോൾ നല്ല പൊറോട്ട അടിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശാസ്താംകോട്ട എത്തി. നമ്മൾ ആദ്യം പോകുന്നത് അമ്മയ്ക്ക് ബീഫ് വാങ്ങിക്കാനാണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മുടെ ബീഫ് വെട്ടുന്നത് നേരത്തെ ചന്തയ്ക്കകത്തായിരുന്നു. പിന്നെ ഇപ്പുറത്തോട്ട് മാറ്റി. ഇവിടെ കുറേ ഇതെന്താ പോത്താണെന്ന് തോന്നുന്നു. പോത്തും കാളയ്ക്കും എല്ലാം ഇവിടെ ബീഫെന്ന് തന്നെയാണ് പറയുന്നത്.
അപ്പോൾ ബീഫ് 1.5 കിലോ വാങ്ങിച്ചു അമ്മ. ഇപ്പോൾ 1 കിലോയ്ക്ക് 400 രൂപ. കരളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 10:30 സമയമായി. കുറച്ചും കൂടെ കഴിഞ്ഞാൽ കരളും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ബീഫ് വാങ്ങിച്ചിട്ട് ഇനി ചന്തയ്ക്കകത്തോട്ടൊന്ന് കയറണം. മീനോ എന്തെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അങ്ങനെ ഞങ്ങൾ ഈ പോകുന്ന വഴിയിൽ മാങ്ങ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അത്യാവശ്യം വില കുറവ്. പിന്നെ ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ നല്ല വില കൂടുതലുമാണ്. ഈ മീനൊക്കെ ഇന്ന് മത്തിക്ക് വില കൂടുതലാണ്. 1 കിലോയ്ക്കാണോ 1/2 കിലോയ്ക്കാണോ 130 രൂപയാണെന്ന് പറഞ്ഞു. 1 കിലോയോ അര കിലോയ്ക്ക് 130 രൂപ മത്തി. ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി അതെന്ത് വിലയാണെന്ന്. 100 രൂപയ്ക്കൊക്കെ മത്തി ഒത്തിരി പറക്കിയിടുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് വില കൂടുതലാണ്. ഇതെന്റെ സാധനം, ഇതെന്റെ ചാതൻ. കിഴങ്ങില്ലയോ മേ മധുരക്കിഴങ്ങ്? 250 ഇതിനകത്തോട്ട്. അങ്ങനെ ഞങ്ങൾ ചൂര വാങ്ങിച്ചു. 3 ചൂരയ്ക്ക് 200 രൂപ. ഒരെണ്ണം അമ്മ എനിക്ക് എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉള്ളി വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പൊറോട്ട വാങ്ങിക്കാൻ നിൽക്കുക. നല്ല ചൂട് പൊറോട്ട കിട്ടുന്ന കൊള്ളാം. നമ്മുടെ ചന്തയുടെ ഓപ്പോസിറ്റുള്ള കട ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ തന്നെ നല്ല അടിപൊളി ചൂട് പൊറോട്ട ചുട്ട് തന്നു. 5 എണ്ണേ വാങ്ങിച്ചുള്ളൂ, 50 രൂപ. കറിയൊന്നും വാങ്ങിച്ചില്ല. എക്സ്ട്രാ കറി പുള്ളി വെച്ച് കിഴങ്ങ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനോട് ഞാൻ ചോദിച്ചു വരുന്നോന്ന്. അവൻ ഇനി അങ്ങോട്ട് വരുന്നില്ലെന്ന്, നാളെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, അമ്മ പറഞ്ഞെന്നാൽ അവൻ ഇന്നും കൂടെ അവിടെ നിൽക്കട്ടെന്ന്. അങ്ങനെ ഞാൻ നമ്മുടെ ജംഗ്ഷനിൽ ഇവിടെ അവർ കടമ്പനാട്ടോട്ടും പോയി. ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇറങ്ങി. അപ്പോൾ നമ്മുടെ സ്ഥലമെത്തി. എനിക്ക് നേരെ പോകണം ഫുഡ് കഴിക്കണം. എനിക്ക് വിശക്കുന്നു. വന്നപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കപ്പ് ഉടഞ്ഞു പോയി. ഞാൻ ടേബിളിൽ വെച്ചേക്കുമായിരുന്നു. എൻ്റെ കൈ അറിയാതെ തട്ടി താഴെ വീണ് പൊട്ടിപ്പോയി. പക്ഷെ കുഴപ്പമില്ല. കിഴങ്ങ് കറിയും പിന്നെ തേയിലുള്ള ഒന്നും കൂടെ ചൂടാക്കാൻ വെച്ചു. പൊറോട്ടയുടെ കൂടെ ഞാൻ കറിയൊന്നും പറഞ്ഞില്ല, പൊറോട്ട മാത്രമേ വെച്ചു. ഏതെങ്കിലും ഗ്രേവി വെക്കാനേ പറഞ്ഞുള്ളൂ. അവർ കിഴങ്ങ് കറി വെച്ച് കൊള്ള അടിപൊളി അടിപൊളി ചൂട് പൊറോട്ട കഴിക്കട്ടെ. വിശക്കുന്നു, ഭയങ്കര വിശക്കുന്നു. ഫുഡ് കഴിക്കാൻ പോവാ, വിശക്കുന്നു. പൊറോട്ട ഭയങ്കര വിശപ്പായി പോയി അവിടെ വരെ പോയിട്ട് വന്നപ്പോൾ. അത്യാവശ്യം തരക്കേടില്ലാത്ത ഇമേജുകൾ നിങ്ങൾക്ക് ഇത് മതിയാവും നോക്കുക. മെയിൻ ക്യാമറ, ഡേ ലൈറ്റും, മെയിൻ ക്യാമറ സെൽഫി ക്യാമറ രണ്ടും ഞാൻ കാണിക്കുന്നത്. ഡേ ലൈറ്റും ഇൻഡോർ ലൈറ്റും ഒക്കെ ഇന്നത്തെ ഫോട്ടോസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദായി കാണുന്ന തരത്തിലാണ് ഞാൻ എടുത്ത വീഡിയോ സാമ്പിളുകൾ. പല ലൈറ്റിംഗ് കണ്ടീഷനിൽ പല രീതിയിൽ ഞാൻ സെൽഫിയും മെയിൻ ക്യാമറയും ഒക്കെ പൊറോട്ട കഴിച്ചുള്ളൂ. പൊറോട്ട കഴിച്ചിട്ട് എൻ്റെ വിശപ്പും മാറിയില്ല. അങ്ങനെ കൊണ്ടുവന്ന ചിപ്സും കൂടെ പൊട്ടിച്ച് ഞാൻ കഴിച്ച്. ഈ ചിപ്സും അവിടുന്ന് വാങ്ങിച്ചായിരുന്നു. അതുകൂടെ കഴിച്ചപ്പോഴാണ് എൻ്റെ വിശപ്പൊന്ന് മാറിയത്. അപ്പം നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ഞാനൊന്നും ഉണ്ടാക്കിയില്ല. പാഞ്ചുകൊണ്ട് വന്ന പൊറോട്ടയെ കഴിച്ചുള്ളൂ. അപ്പോൾ മീനുണ്ട് നമുക്ക്, മീൻ ചൂര. ഇന്ന് ഭയങ്കര റേറ്റ് ആയിരുന്നു എന്തോത്തിനാ മീനിന്. ഇതിന് തന്നെ ഈ ഒരു 3 എണ്ണത്തിന് 200 രൂപ. അപ്പം അമ്മ ഒരെണ്ണം എനിക്ക് തന്നിട്ട് 2 എണ്ണം. നമുക്ക് ഒരെണ്ണത്തിന് ആവശ്യമില്ല. അങ്ങനെ ഞാൻ രാവിലെ ഒന്നും ചെയ്യാതാണല്ലോ പോയത്. അപ്പം നമ്മുടെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ ആ പാത്രമെല്ലാം ഞാൻ പെട്ടെന്ന് അങ്ങ് കഴുകി വെച്ചു. നമ്മുടെ ഈ പെണ്ണുങ്ങളുടെ ഒരു മെയിൻ പരിപാടി എന്ന് വെച്ചാൽ പാത്രം കഴുകാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു പരിപാടി ഈ പാത്രം കഴുകുമല്ലോ. പക്ഷേ ഞാൻ ഒരു ദിവസം ഒരു 10 വട്ടമെങ്കിലും പാത്രം കഴുകും. അങ്ങനെ എനിക്ക് ചില സമയത്ത് ഭ്രാന്ത് പിടിച്ചിട്ട് ഞാൻ രാവിലെയുള്ള പാത്രങ്ങളെല്ലാം സിങ്കിനകത്തങ്ങ് ഇട്ടേക്കും. എന്നിട്ട് വൈകിട്ട് ഒരുമിച്ച് കഴുകിയാലും പിന്നെയും ഞാൻ ഒരു 2 ട്രിപ്പ് കൂടെ കഴുകേണ്ടതായിട്ട് വരും. പാത്രം എവിടുന്ന് വരുന്നെന്ന് എനിക്കും അറിയത്തില്ല. ഈ ഒരു പാത്രം എടുത്ത് ഇതിപ്പോൾ അങ്ങോട്ട് കഴുകി വെച്ചു. ഇനി ഞാൻ അടുത്ത സെറ്റും കൂടെ പിന്നെയും കഴുകേണ്ടി വരും. പാത്രം കഴുകലൊരു ഭയങ്കര പരിപാടിയാണ്. അങ്ങനെ പാത്രമൊക്കെ കഴുകി ഒരു മൂലയിലോട്ട് സെറ്റാക്കി വെച്ചിട്ട് മീനിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചു. അപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഫ്രഷായിട്ടല്ല, നമുക്ക് വെട്ടാൻ എളുപ്പമാണല്ലോ എന്ന് വെച്ച്. പിന്നെ നമ്മൾ സവാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ സവാള ഞാനൊരു ഇതേപോലെ ഒരു വലിയ പാത്രത്തിലാക്കി അതും അങ്ങ് എടുത്ത് വെച്ചിട്ട് ഞാൻ അരി ഇട്ടു. അപ്പോൾ അരി ഇന്ന് ഗ്യാസ് തീരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇൻഡക്ഷൻ കുക്കറിനകത്ത് തന്നെ ഒരു 1.5 ഗ്ലാസ് അരിയോളം ഇട്ട് അതവിടെ വെച്ചു. ഇപ്പം ഞാനും ഹസ്ബൻഡ് മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് അത്രയും മതി. പിന്നെ ഞാൻ ചൂര വെട്ടുവാണ്. ആദ്യം ഞാൻ തൊലി കളയണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ തൊലി കളഞ്ഞേക്കാം. അങ്ങനെ ഞാൻ പിന്നെ തൊലി കളഞ്ഞിട്ടാണ് മീൻ വൃത്തിയാക്കി എടുത്തത്. അപ്പോൾ ഈ മീൻ വെട്ടുന്നതും ഒരു അപാര കാര്യമാണ്. ഈ ചൂരമീനൊക്കെ എന്ന് വെച്ചാൽ അറിയാവുന്നവർ വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ അളിഞ്ഞ് പൊളിഞ്ഞു പോകും. പക്ഷേ ഞാൻ എടുത്തപ്പോഴും കുറച്ച്
അളിഞ്ഞു പൊളിഞ്ഞു പോയെങ്കിലും പക്ഷെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ദൈവം സഹായിച്ചു വലിയ പ്രശ്നമില്ലാതെ കിട്ടി. പക്ഷേ ഇങ്ങനെയൊന്നും അല്ല ഇത് തൊലിയിരിച്ച് കളയേണ്ടത്. നല്ല അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവർ അടിപൊളിയായിട്ട് എനിക്കാണെങ്കിൽ വാലൊന്നും മുറിക്കാൻ പറ്റില്ല. അതുപോലെ എൻ്റെ ഇവിടുത്തെ പിച്ചാത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും മൂർച്ചയില്ലാത്തൊരു ഒരു ഇരുമ്പാണ്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അത് മീൻകറി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ആകെ ഒരു മീനെ ഞാൻ അമ്മയുടെ നിന്ന് ഒരു മീനെ എടുത്തുള്ളൂ. ഇന്ന് മീനിനൊക്കെ ഭയങ്കര വിലയായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ 3 ചൂരയ്ക്ക് 200 രൂപ. പക്ഷേ ഫ്രഷ് ചൂര കേട്ടോ, വലിയ പ്രശ്നമില്ലാത്ത ചൂരയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരെണ്ണം മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേരിന് വേണ്ടി ഒരു കറി മതി. പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിതിന് മീൻ ആദ്യം വിചാരിച്ചത് ഞാൻ ചമ്മന്തി അരച്ച് മീനും വറക്കാമെന്നാണ്. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് കുഴപ്പമില്ല, എന്നാൽ ഒരു പാകം എടുത്ത് നമുക്ക് കറിയും വെക്കാം. മീനിൻ്റെ കറി ആയാലും ചാറായാലും നമുക്ക് കൂട്ടാമല്ലോ. മീനിൻ്റെ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറ് പോകുന്ന വഴി അറിയത്തില്ല. എനിക്ക് അങ്ങനെ കേട്ടോ, എനിക്ക് മീനില്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ മീനിൻ്റെ വേസ്റ്റെല്ലാം അപ്പം തന്നെ അങ്ങ് ക്ലീൻ ചെയ്തങ്ങ് വേസ്റ്റിലോട്ടങ്ങ് കളഞ്ഞു. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് താഴെ കൊണ്ട് കളയണം വേസ്റ്റ്. അവിടെ കുറച്ചങ്ങ് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പണിയില്ലല്ലോ. അങ്ങനെ പിന്നെ മീനും അടിപൊളിയായിട്ട് നമ്മളൊരു കഴുകിയെടുക്കുക. ഞാനാണെങ്കിൽ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ തൊലി ഇരിച്ച മീനാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 വെള്ളത്തിൽ കഴുകിയാൽ മതി. വലിയ അഴുക്കില്ലല്ലോ, തൊലിയൊക്കെ പോയല്ലോ. അങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇനി എന്താ ജസ്റ്റ് മുളകിലിട്ട് തന്നെ നമുക്ക് മീൻകറി റെഡിയാക്കി എടുക്കാം. അത് പിന്നെ 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ഈ ഉള്ളിയും സവാളയും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ അരിയുന്നൊരു പാടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് മീൻ ഞാൻ ഇതുപോലെ നടുക്ക് വെച്ചിട്ട് കട്ട് ചെയ്ത് 2 ഭാഗമാക്കിയിട്ട് ഒരെണ്ണം വറുക്കാനും ഒരെണ്ണം കറി വെക്കാനും. നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം കണ്ടിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ഇനി നമുക്ക് മീൻ കറി വെക്കണം, മീൻ വറക്കണം. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചോറ് അപ്പുറത്ത് കിടന്ന് തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കയ്യിൽ സ്മെല്ല് വരത്തില്ല. എനിക്കിപ്പോൾ ആ മീൻ വെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് കൈക്ക്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിങ്ങനെ, വെളിച്ചെണ്ണ ഇപ്പം ഞാൻ എടുത്തപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. ശകലം വെളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ തൂക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മണം ഒന്ന് മാറിക്കിട്ടും. ഈ വെളിച്ചെണ്ണ കയ്യിൽ തൂത്തട്ടെ നമ്മളെപ്പോഴും സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാവൂ. ഞാനിത് യൂട്യൂബിൽ കണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മീൻ വാട കാണത്തില്ല. പിന്നെ ഞാനിപ്പോൾ മീൻ എടുക്കുന്നത് കൊണ്ടാണ് സോപ്പിട്ട് കൈ കഴുകാത്തത്. അപ്പോൾ പക്ഷേ എണ്ണ ശകലം കയ്യിൽ തൂകിയപ്പോൾ തന്നെ ആ മണം അങ്ങ് പോയി, സ്മെല്ലങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം ഒന്ന് ഞാൻ ചോപ്പറിലിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട്, ഇനി എനിക്ക് സെപ്പറേറ്റ് അരിയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ചോപ്പ് ചെയ്തിട്ടു. പിന്നെ മറക്കാതെ ഞാനൊരു 2 വലിയ വടക്കംപുളി എടുത്ത് മീനിന് വേണ്ടി ഒന്ന് മാറ്റി വെച്ചു. വടക്കംപുളി നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുതിർന്ന് അതിനകത്ത് അഴുക്കൊക്കെ ഒന്ന് പോയി ആ വെള്ളത്തിനകത്തോട്ടാവും. അപ്പം ആ സമയം കൊണ്ട് അതും അങ്ങാക്കി. പിന്നെ ചോപ്പറിനകത്തിട്ട് 2 പിടി പിടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ഒരു പരുവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി വെക്കണം, കഴിക്കണം. രാവിലെ പൊറോട്ട വാങ്ങിച്ച് കഴിച്ചത് കൊണ്ട് വിശപ്പിനൊരു ശകലം ഇതുണ്ട്. ഇനി ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ മീനോ ചിക്കനോ ഒക്കെ എന്തെങ്കിലും കൊണ്ടുവന്ന് ഞായറാഴ്ച കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റാവും. ഇവിടെ മിക്കവാറും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ തിരിഞ്ഞ് വെച്ച ഒരു തേങ്ങയുടെ ബാലൻസാണ്, അത് ചീത്തയായിപ്പോയി. പിന്നെ ഞാൻ എപ്പോഴും ഇത് മൺചട്ടിക്കകത്ത് തന്നെയാണ് കേട്ടോ കറി വെക്കുന്നത്. ഈ മൺചട്ടിക്കകത്ത് കറി ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നു. ഇന്ന് വരെ ഞാൻ കടുക് ഇട്ടിട്ടില്ല, പക്ഷേ ഇതുവരെയായിട്ടത് പൊട്ടിപ്പോയിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടൊരു ചട്ടിയാണ്. ഞാൻ ചൂടായോ എന്ന് നോക്കുക കേട്ടോ. ചൂടായി വരാൻ കുറച്ചൊരു താമസമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ശകലം എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഈ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ അതിനകത്ത് അങ്ങ് തട്ടിയിടാം. പിന്നെ നമ്മൾ മുളക് പൊടി ഇങ്ങനെ വറുക്കത്തില്ലേ, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ വറുത്തെടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് അകത്ത് വറുത്തെടുക്കുകയെന്നുണ്ടെങ്കിൽ മീൻകറിക്ക് കുറേ കൂടെ ടേസ്റ്റാണ്. ഞാൻ മീൻകറി വെച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. അതായത് നമ്മൾ അല്ലാതെ നോർമലി പൊടി ഇട്ടിട്ടല്ലേ നമ്മളിങ്ങനെ ചൂടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല ബ്രൗൺ കളർ കിട്ടും. അതുപോലെ നല്ലതുപോലെ കറി നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ നമുക്ക് എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നതും കുഴപ്പമാണ്. പിന്നെ ഞാനൊരു ചെറിയ ടേസ്റ്റിന് വേണ്ടി വല്ലപ്പോഴും ഇതുപോലെ മീൻ വാങ്ങിക്കുന്ന ടൈമിൽ ഉപയോഗിക്കുന്നതേ ഉള്ളൂ.
അപ്പോൾ ഞാൻ കറിയിൽ ഇങ്ങനെ ഇപ്പം നമുക്ക് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും, പക്ഷെ അത്രയ്ക്ക് കൂടുതൽ ഒഴിക്കേണ്ട, ശകലം ഒഴിച്ചാൽ മതി. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ എണ്ണയൊക്കെ കൂടുതലാവാറുണ്ട്. എണ്ണയൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോള്, അതുപോലെ നല്ല വണ്ണം, ഇങ്ങനെയൊക്കെ ഭയങ്കര കുഴപ്പമാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മീൻകറി വെപ്പ്. അപ്പം ഇതൊക്കെ ഞാനൊന്ന് മുളക് പൊടികളെല്ലാം വഴറ്റിയിട്ട് അതിനകത്തോട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്ന ടൈമിൽ നമ്മുടെ മീനെല്ലാം പറക്കിയിട്ട് അടച്ചു വെക്കും. അടച്ചു വെച്ചിട്ട് ഒരു 10, 15, 20 മിനിറ്റോളം നല്ലതുപോലെ വേവിച്ചെടുക്കും. എൻ്റെ മീൻ കറി റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ ഗ്യാപ്പിൽ കൂടെ തന്നെ ഞാൻ പോയിട്ട് മീൻ വറുക്കാനുള്ളതും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ അടുപ്പിലോട്ട് നമുക്ക് മീൻ വറുക്കാനുള്ളതും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചോറും വേകാറായി. അപ്പോൾ നമ്മുടെ മീൻ കറിയും മീൻ വറുത്തതും റെഡിയായി. പിന്നെ നമുക്കിനി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഉച്ചയ്ക്കത്തെ പരിപാടികളെല്ലാം ആയി. ഇനിയിപ്പോൾ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇനി എനിക്ക് അടുക്കളയിൽ നിന്നൊന്ന് പുറത്തോട്ട് പോകണം. കാരണം അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് എല്ലാവരുടെയും അവസ്ഥ. നമുക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടേ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അയ്യോ, അതൊരു ഭയങ്കര ടാസ്ക് തന്നെയാണ്. ഞാനൊരു 2 മണിക്കൂറൊക്കെ ഇങ്ങനെ നിന്നിട്ടാണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ. ഇതാണ് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങാൻ എല്ലാം ഇവിടെ ആയിക്കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ അടുക്കളയിലെ പണിയെല്ലാം തീർന്നത് ഇത്രയൊക്കെ അടുക്കള പണി. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി റെഡി. രുചികരമാണോന്നൊന്നും അറിയത്തില്ല, പക്ഷേ മീൻകറി വായി വെച്ച് കഴിക്കാൻ കൊള്ളായിരുന്നു. പിന്നെ അങ്ങനെ മീൻ വറുത്തത് റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഫുഡൊക്കെ എവിടെ ആവുന്നു. ഇനിയിപ്പം ചോറും കൂടെ വേവാനുണ്ട്. ചോറും ഞാൻ നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ വരാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു മാവുണ്ട് കേട്ടോ, മാവിന്. ഇതെൻ്റെ വാഴ, അതെൻ്റെ കുഞ്ഞു കറ്റാർ വാഴ. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ വന്നിരിക്കും, നല്ല രസമാണ്. അങ്ങനെ ഉച്ചക്കലത്തെ ഫുഡെല്ലാം റെഡിയായി. മീൻ കറി ഉണ്ടായിരുന്നു, മീൻ വറുത്തത്, നമ്മുടെ ചോറ്. ഞാൻ വേറെ ഒന്നും വെക്കാൻ സമയവും ഇല്ലായിരുന്നു, എനിക്ക് വിശന്നപ്പോഴത്തേക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ചു. ഇതൊക്കെയുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഇനി അടിപൊളിയായിട്ട് പോയി കിടന്ന് ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞ് വൈകുന്നേരം എഴുന്നേറ്റ് വൈകുന്നേരം ഒരു കട്ടനും കുടിക്കും. പിന്നെ രാത്രിയിൽ ചോറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അടിപൊളി സൺഡേ. അപ്പം ഉറക്കമാണ് മെയിൻ. ഞാൻ ജോലിക്കൊക്കെ പോകുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ കിടന്ന് നല്ലതുപോലെ ഉറങ്ങും. അപ്പോൾ ഇനിയിപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും, അതേ ഉള്ളൂ പരിപാടി, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലിട്ട് കാണാം കേട്ടോ. ഞാൻ ഇനിയൊന്ന് കിടന്നൊക്കെ ഉറങ്ങി സെറ്റാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.